ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന ഒരു അടിപൊളി ബട്ടർസ്കോച്ചിൻ്റെ ട്രെസ്ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുക്കാൻ നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1 കപ്പും പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുത്തിട്ട് ഇനി അത് മാറ്റി വെക്കുക. അതിനുശേഷം വേറൊരു ബൗളെടുത്തിട്ട് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ടും 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം അതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് പതുക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മളിതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മളൊരു 3 ടേബിൾ സ്പൂണ് പാലൊഴിച്ച് കൊടുക്കുക. നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്ന ഈ ബാറ്റർ ഒന്ന് ലൂസായി വരാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ 3 പ്രാവശ്യം ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ കേക്കിൻ്റെ ടിന്നിലേക്ക് നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്ററൊക്കെ നമ്മൾ കേക്കിൻ്റെ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം കേക്കിൽ കാണപ്പെടുന്ന എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കേക്കിൻ്റെ ടിന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിതിൽ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, ഞാൻ സാധാ അടുപ്പിലാണ് ബേക്ക് ചെയ്യുന്നത്. 3 വർഷത്തോളമായി യൂസ് ചെയ്യുന്ന ഒരു പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 35 മുതൽ 45 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷം കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കിയതിൻ്റെ ശേഷം നമുക്ക് കേക്കിൻ്റെ ടിന്ന് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുക. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ കേക്കിനുള്ള ക്രീം റെഡിയാക്കി എടുക്കുക. അതിലോട്ട് 3/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ക്രീം ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇതിലോട്ട് 1 അല്ലെങ്കിൽ 2 ഡ്രോപ്പ് ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് ആഡ് ചെയ്തിട്ട് നന്നായി ബീറ്റ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിനോട്ടുള്ള സിറപ്പ് റെഡിയാക്കുക. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാലും അതുപോലെ തന്നെ 1/2 കപ്പ് ക്രീമും 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും 1 ടീസ്പൂൺ ബട്ടർസ്കോച്ചിൻ്റെ സോസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഞാനിവിടെ 2 ലെയറായിട്ട് കേക്ക് മുറിച്ചിട്ടാണ് ട്രെസ്ലെച്ചസ് കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 2 പീസായിട്ട് മുറിച്ചിട്ട് അടിയത്തെ ഭാഗം നന്നായിട്ട് സോക്ക് ചെയ്യുക സിറപ്പ് ഒഴിച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്രീം വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ സോസ് ഒഴിച്ച് കൊടുക്കുക. കേക്കിൻ്റെ മുകളിൽ സോസൊക്കെ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട നട്ട്സൊക്കെ വിതറി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുറിച്ച് മാറ്റി വെച്ച കേക്കിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് സിറപ്പ് ഒഴിച്ചിട്ട് സോക്ക് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കേക്ക് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. കേക്ക് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒഴിച്ച പോലെ തന്നെ ഇതിൻ്റെ മുകളിലും സോസ് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട നട്ട്സൊക്കെ വിതറി കൊടുത്തിട്ട് പിന്നെ റോസിൻ്റെ പെറ്റൽസൊക്കെ മുകളിൽ നന്നായിട്ട് വിതറി കൊടുക്കുക. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.